ഇതാണെന്നറിയോ? പേര് ചോദിക്കാൻ ഞാൻ പറയാം. ആദ്യത്തെ ദിവസം വെയിലും വായിച്ച കുട്ടിയല്ലേ ദീപ്ത അല്ലേ? ദീപ്ത എങ്ങനെയുണ്ടായിരുന്നു? ദീപ്ത പിന്നെ നോക്കിയപ്പോ മൊത്തം മേക്കപ്പ് ഒക്കെ ഇട്ട് മറ്റേ സെറ്റ് സാരി ഒക്കെ എടുത്ത് ചിരിച്ചു കാണിക്കുന്നു. ആ ചിരി കണ്ടപ്പോഴാണ് മനസ്സിലായത് ദീപ്തയാണ് എന്ന്. അതെ, ഞാൻ തിരുവാതിര ഉണ്ടായിരുന്നു, അതിന് എ ഗ്രേഡ് കിട്ടി. പിന്നെ ഇന്നലെ തന്നെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, അത് കഴിയാൻ കുറെ ലേറ്റ് ആയി ആക്ച്വലി. പക്ഷെ എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ 3 എ ഗ്രേഡ് ആയില്ലേ? ചെലവില്ലേ ഞങ്ങൾക്ക് 3 എ ഗ്രേഡ്? എപ്പോ ടൈം ഫിക്സ് ചെയ്തിട്ടു? ഏത് ക്ലാസ്സിലാ മോളെ? ഏത് ക്ലാസ്സിലാ? ഞാൻ 9th-ലാണ്. അപ്പൊ ഇനിയുണ്ട് 1 വർഷം. അടുത്ത വർഷം നമുക്ക് 4 എ ഗ്രേഡ് മേടിക്കണം കേട്ടോ. പുതിയൊരു ഐറ്റം കൂടി പരീക്ഷിക്കുന്നുണ്ട് അടുത്ത കൊല്ലം. വയലിന്റെ മെയിൻ സമയം കിട്ടുമെങ്കിൽ കഴിഞ്ഞ ഒരു സമയം കിട്ടുമെങ്കിൽ ഞാൻ ഒരു ഐറ്റോടെ നോക്കുന്ന പറയുന്നത്. ദീപ്ത തിരുവാതിരയില് എങ്ങനെ പാടുന്ന സംഘത്തിനൊപ്പമായിരുന്നു? കളിക്കാനായിരുന്നു. അപ്പൊ ഡാൻസും അറിയാം, പാടുന്നു. അതെ അതെ. ഓക്കെ. അപ്പൊ ഇതായത് സംഭവം നമുക്ക് ആദ്യത്തെ ദിവസം നമുക്ക് വേണ്ടി അല്ലേ, നമുക്ക് വേണ്ടി പെർഫോം ചെയ്ത ദീപ്തയാണ്. അപ്പൊ സമാപന ദിവസത്തിൽ വേണമല്ലോ. ഇന്ന് ഞങ്ങളുടെ ഷോ വൈൻഡപ്പ് ചെയ്യുന്ന ദിവസമാണ്. ഉച്ചയാകുമ്പോൾ ഞങ്ങൾ മറ്റേ കടകൊട്ടി ഞങ്ങൾ സ്ഥലം വിടും. അപ്പോ അവസാന ദിവസം തുടക്കം ഗംഭീരം. നമുക്ക് തുടങ്ങട്ടെ, ഇങ്ങോട്ട് വായിച്ചോ, തുടങ്ങാം. ഏതാ നമ്മൾ അന്ന് വായിച്ചതല്ല? അന്ന് നമ്മൾ വായിച്ചതായിരുന്നു. ആ കുഴപ്പമില്ല, ഏതാണ്ട് കുഴപ്പമില്ല. വെസ്റ്റേൺ പീസ് വായിക്കും. ഈ മത്സരത്തിൽ ഏത് വിഭാഗത്തിലാണ് ഈ വയലിന് പങ്കെടുത്തേ? വയലിൻ വെസ്റ്റേണിലാണ് അല്ലേ? ക്ലാസിക്കൽ ട്രൈ ചെയ്തില്ല. പിന്നെ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ടും പാട്ടുകളൊക്കെ വായിക്കാൻ വേണ്ടി പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെങ്കിൽ അറിയാം. ഈ ആദ്യത്തെ പോക്ക് അവിടെ പോയതായിരുന്നു, ഭയങ്കര സ്പീഡ്. ഞാൻ വിചാരിച്ചെന്തോ അത്യാവശ്യം പോയിട്ടെന്തോ അത്യാവശ്യമുണ്ട്. അത് ഈ ക്ലാസിക്കൽ മ്യൂസിക് പീസസ് ഒന്നും അറിയാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പൊ മൈൻഡ് ചെയ്യേണ്ടത്. അതെ അതെ, സിനിമാ പാട്ടാണെന്ന് ചോദിച്ചല്ലേ ഇത് വായിച്ചു ജൂണിലെ നിലാവഴി. അല്ല, ഈ ജനുവരിയിൽ വിരിയോ? ആ നോട്ട് ഈ ജനുവരിയിലല്ല, 1 ജനുവരിയിൽ വിരിയാൻ പോകുന്നില്ല, നീ പേടിക്കണ്ട. അതെ മോളെ, സിനിമാ പാട്ട് വല്ലതും അറിയോ? വായില് പിന്നെ കൊള്ളാം. രാവിലെ തകർപ്പം പരിപാടിയാണ്, വായിക്കോ. സിനിമാ പാട്ട് നോക്കട്ടെ. പാട്ട് ഏതാണെന്ന് കഴിഞ്ഞ് ചോദിച്ചോളരുത്. ഞാൻ ദീപ്തക്ക് ഒരാൾ പാടുമ്പോ കൂടെ പ്ലേ ചെയ്യാൻ പറ്റുമോ? ഗായകനാണ്, ഭയങ്കര ഗായകനാണ്. പാടി ഇവിടെ മഴ പെയ്ക്കാൻ പോകണ്ട. മഴയൊന്നും വേണ്ട, തൽക്കാലം വെയിൽ വരട്ടെ. 4 വരി ഏതെങ്കിലും ഒരു പാട്ട്
കൂടെ പാടുക വേണ്ട, ശരിയാവില്ല. ശരിയാവില്ല. ആർക്ക്? ദീപ്തയ്ക്കായിരിക്കും. ആണോ? ഉറപ്പാണോ? എന്നാലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ. എഴുതപ്പോൾ പുതുശ്ശേരി മോശമൊന്നും അല്ല ആ പാട്ടില്. ട്രൈ ചെയ്ത് നോക്ക്. ശബ്ദം. രാവിലെ ആളുകളെ മറ്റേ ഓക്കെ. അപ്പൊ ദീപ്ത ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം ദീപ്തനെ ആദ്യ ദിവസം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കിട്ടി. ദീപ്ത ഹാപ്പി അല്ലേ? പിന്നെ ഞങ്ങളുടെ സ്കൂളിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഫാദേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളാ മോളെ? സിൽവർ ഹിൽസ്, കോഴിക്കോട്. അതെ. ഞങ്ങളിപ്പോ കോഴിക്കോടിന് വേണ്ടിട്ട് 88 പോയിന്റ് ഒക്കെ ഡൊണേറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. സന്തോഷത്തോടെ കപ്പ് തിരിച്ചാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അല്ല, ഇതിപ്പോ കണ്ണൂരാ മുമ്പില് അല്ലേ? അല്ല, കോഴിക്കോട് ഇതിന് കയറി. കോഴിക്കോട്. ഓ, 1000 പേരെ കണ്ടാണ് അവിടെ നിന്ന് മത്സരിക്കാൻ പറ്റും. പിന്നെ പോയി അവിടെ മുമ്പോട്ട് പോകാതെ അവിടെ 1001 ഇതാ നമ്മൾ ഉത്സവത്തിനൊക്കെ സംഭാവന കൊടുക്കുന്ന പോലെ 1001 എന്നാണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞതാണ് 1001 പേർ പങ്കെടുത്ത കോഴിക്കോട് ജില്ലയാണ് മത്സരാർത്ഥികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ. ആ 1001 1001 ഇതേ നിൽക്കുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു ദീപ്ത. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു. അടുത്ത വർഷം കാണാം കേട്ടോ. അപ്പോ നമ്മൾ എന്തായാലും ഈ കലോത്സവത്തിൽ ഇതുപോലെ ഈ പ്രതിഭകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരുപാട് കാഴ്ചകളും വിശേഷമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകണമെന്ന്. അതെ, ബ്രേക്ക് കഴിഞ്ഞിട്ട്